ദ വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ ആണ്. ഓൾറെഡി നമ്മൾ മോണിറ്ററി ഫങ്ഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. മോണിറ്ററി ഫങ്ഷൻസിൽ വരുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 1 നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക കേട്ടോ. ഇനി രണ്ടാമത്തത് മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ കഴിഞ്ഞു. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ബാങ്കർ ടു ഗവൺമെൻറ്. ബാങ്കർ ടു ഗവൺമെൻറ് എന്താണെന്ന് നോക്കാം. റിസർവ് ബാങ്ക് ആക്ട് ആസ് ദ ബാങ്കർ ഏജൻറ്റ് അഡ്വൈസർ ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. എന്താ പറയുന്നത്, ബാങ്കറായിട്ടും ഏജൻ്റായിട്ടും ഒരു അഡ്വൈസറായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്, റിസർവ് ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആരുടെ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അല്ലേ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ബാങ്കറായിട്ടും ഏജൻ്റായിട്ടും അഡ്വൈസറായിട്ടൊക്കെ ആർ ബി ഐ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ആസ് എ ബാങ്കറായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മാനേജസ് ദ ഗവൺമെൻറ്റ്സ് ബാങ്കിങ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസസ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട്സും അതുപോലെ തന്നെ ബാലൻസസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? ആർ ബി ഐ ആണ്. ഇനി പ്രൊവൈഡ് ഷോർട്ട് ടൈം ലോൺ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടി ഷോർട്ട് ടൈം ലോണൊക്കെ കൊടുക്കുന്നതും ആർ ബി ഐ ആണ്. അക്സെപ്റ്റ് ആൻഡ് മേക്ക് പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടി പേയ്മെൻറ്റ് നടത്തുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതും ആർ ബി ഐ ആണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ആർ ബി ഐ ആണെന്നാണ് അർത്ഥം. ഓക്കെ. ഇനി ആസ് ആൻ ഏജൻറ്റ് ബൈസ് ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്. എന്താ പറയുന്നത്, സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുന്നതും ഒക്കെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ആർ ബി ഐ ആണ്. അപ്പം ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. മാനേജസ് ദ പബ്ലിക് ഡെപ്റ്റ്. പബ്ലിക് ഡെപ്റ്റ് എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏജൻറ്റ് ഓൺ ദ ഗവൺമെൻറ് ഇൻ റെസ്പെക്ട് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് IMF ആൻഡ് വേൾഡ് ബാങ്ക്. അപ്പം IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയൊക്കെ മെമ്പർഷിപ്പും അതിൻ്റെയൊക്കെ ഏജൻ്റായിട്ടും ഏജൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ റെസ്പെക്ട് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് IMF ആൻഡ് വേൾഡ് ബാങ്ക്. അതിൽ കൂടി IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും മെമ്പർഷിപ്പും ഒക്കെ എന്ത് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ ഏജൻ്റായിട്ടും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഇനി ആസ് ആൻ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആർ ബി ഐ അഡ്വൈസസ് ദ ഗവൺമെൻറ് ഓൺ എക്കണോമിക്, ഫിനാൻഷ്യൽ ആൻഡ് മോണിറ്ററി മാറ്റേഴ്സ്. എക്കണോമിക് മാറ്റേഴ്സും ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ചും മോണിറ്ററി മാറ്റേഴ്സിനെ കുറിച്ചൊക്കെയുള്ള അഡ്വൈസുകൾ കൊടുക്കുന്നു. ആർക്ക്? ഗവൺമെൻറ്റിന് അഡ്വൈസ് കൊടുക്കുന്നതും ആർ ബി ഐ ആണ്. അഡ്വൈസസ് ദ ഗവൺമെൻറ് ഓൺ മോണിറ്ററി പോളിസി, ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഗവൺമെൻറ് ലോൺസ്. ഗവൺമെൻറ് ലോണിനെ കുറിച്ചും ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും മോണിറ്ററി പോളിസിനെ കുറിച്ചൊക്കെ അഡ്വൈസ് കൊടുക്കുന്നതും ഗവൺമെൻറ്റിന് ആരാണ്? ആർ ബി ഐ ആണ്. ഫ്രെയിംസ് റെഗുലേറ്ററി പോളിസി ടു മാനേജ് മണി മാർക്കറ്റ്. എന്താ പറയുന്നത്, മണി മാർക്കറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസൊക്കെ എന്ത് ചെയ്യുന്നു, പോളിസീസൊക്കെ ഫ്രെയിം ചെയ്യുന്നതും ആർ ബി ഐ ആണ്. അപ്പം മണി മാർക്കറ്റിന് വേണ്ടിയിട്ട് റെഗുലേറ്ററി പോളിസീസൊക്കെ ഫ്രെയിം ചെയ്യുന്നുണ്ടല്ലേ ആർ ബി ഐ. അപ്പം ഓൾ ഇൻ ഓളായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഓൾ ഇൻ ഓളായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ആർ ബി ഐ ആണ് അല്ലേ. ആർ ബി ഐ ആണ് ആരായിട്ട് പ്രവർത്തിക്കുന്നത്? ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നു, ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു, അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നു അല്ലേ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ്. ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. WMA എന്ന് പറഞ്ഞാൽ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ്. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് ആർ ഷോർട്ട് ടൈം ലോൺസ് ഗിവൺ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ദ യൂണിയൻ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൊടുക്കുന്ന ഒരു ഷോർട്ട് ടൈം ലോണാണിത്. അപ്പോൾ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന് കണ്ടാൽ എന്തോർക്കുക, അതൊരു ലോണാണ്, ഷോർട്ട് ടൈം ലോണാണ്. യൂണിയൻ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈം ലോൺ. WMAs are short-term loans provided by Reserve Bank of India to state government to cover temporary mismatches in their cash flows and revenue collection. എന്താ പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ക്യാഷ് ഫ്ലോസിലൊക്കെ എന്തെങ്കിലും മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ
അല്ലെ റവന്യൂ കളക്ട് ചെയ്തതിലൊക്കെ എന്തെങ്കിലും മിസ്മാച്ച് വന്നിട്ടുണ്ടേ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി ഓപ്ഷനാണ് എന്ത് WMA അല്ലെ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ഷോർട്ട് ടൈം ലോണാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും മിസ്മാച്ചോ റവന്യൂ കളക്ഷനിലൊക്കെ എന്തെങ്കിലും മിസ്മാച്ച് വരികയോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോസിലൊക്കെ എന്തെങ്കിലും മിസ്മാച്ച് വന്നിട്ടുണ്ട് അവിടെ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് WMA യൂസ് ചെയ്യുക. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1997 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഓതറൈസ്ഡ് അണ്ടർ സെക്ഷൻ 1705 ഓഫ് ദ RBI ആക്ട് 1934. എന്താ പറഞ്ഞത്? സെക്ഷൻ 17 സബ്സെക്ഷൻ 5 സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ആണ് എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? WMAനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 1997 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. These advances help to bridge temporary gaps in cash flows, so it repayable within 90 days. 90 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഈ പേയ്മെൻറ്റ് റീപേ ചെയ്തിരിക്കണം. ഒരു ടെമ്പററി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെമ്പററി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 90 ദിവസത്തിനുള്ളിൽ ഇത് തിരിച്ചടയ്ക്കുകയും ചെയ്യണം. അങ്ങനെ തിരിച്ചടച്ചില്ലെങ്കിൽ ഇത് ഓവർ ഡ്രാഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് വായിക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദ റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഷോർട്ട് ടൈം ലോൺ ആണെങ്കിലും റിപ്പോ റേറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഇനി ഇഫ് ദ WMA എക്സീഡ്സ് 90 days it becomes an overdraft with interest 2% points higher than the repo rate. റിപ്പോ റേറ്റിനേക്കാളും 2% ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും എപ്പം 90 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ. 90 ദിവസത്തിൽ കൂടുതലായാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആവും എന്ന് പറഞ്ഞു. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞത് റിപ്പോ റേറ്റിൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും WMAൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. അതിനേക്കാളും 2 മടങ്ങ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. 2% കൂടുതലായിരിക്കും. പോയിൻറ്റ്സ് ഹയർ ദാൻ റിപ്പോ റേറ്റ്. ഓക്കെ, അപ്പം അടുത്തത് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ്. അതിൽ പറയുന്നത് എന്താ നോക്കാം. ദ RBI ഹാസ് ദ അതോറിറ്റി ടു എൻ്റർ ഇൻ ടു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ബോത്ത് ഇറ്റ്സ് ഓൺ അക്കൗണ്ട് ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ RBIക്ക് വേണ്ടിയിട്ടും എന്താ ചെയ്യുന്നത്? അതോറിറ്റി ടു എൻ്റർ ഇൻ ടു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്. ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്നുണ്ട് ആര്? RBI. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആർ അസറ്റ്സ് ലൈക്ക് ഫോറിൻ കറൻസീസ്, ഗോൾഡ്, STRs ആൻഡ് ഡെപ്പോസിറ്റ് വിത്ത് IMF. അപ്പം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആയിട്ടുള്ളത് ഫോറിൻ കറൻസീസ്, ഗോൾഡും SDRും ഡെപ്പോസിറ്റ് വിത്ത് IMF ഒക്കെ എന്തിൽ വരും? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആയിട്ട് വരും. പിന്നെ അതുപോലത്തെ അസറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്യുന്നുണ്ട് RBI. ആസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് country's foreign exchange reserve, RBI is vested with the duty of managing the investment and utilization of the reserve in the most advantageous manner. എന്താ പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റിലെ റിസർവ് യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? RBIയിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. Section 40 of the RBI Act, Reserve Bank of India Act 1934 governs foreign exchange transactions. Foreign exchange transactionsുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. Section 40. It states that the Reserve Bank of India can buy and sell foreign exchange from authorized persons at rates and conditions set by the central government. സെൻട്രൽ ഗവൺമെൻറ് സെറ്റ് ചെയ്തിട്ടുള്ള റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോറിൻ എക്സ്ചേഞ്ച് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും പറ്റും, ഓതറൈസ്ഡ് പേഴ്സൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട്. അപ്പോൾ എന്താ പറയുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കണം? ഫോറിൻ എക്സ്ചേഞ്ച് ബൈയും സെല്ലും നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കും അല്ലേ? ഫ്രം ഓതറൈസ്ഡ് പേഴ്സൺ അറ്റ് റേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് സെറ്റ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണെന്നാണ് പറയുന്നത്. സെക്ഷൻ 40 ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറയുന്നത്. RBI ആക്ട് 1934
സെക്ഷൻ 40 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ പഠിച്ചേ? ഫങ്ഷൻസിൽ വരുന്നതാണ്. ഒന്ന് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഓക്കെ, ഇനി അടുത്ത എന്താന്ന് നോക്കാം. ബാങ്കേഴ്സ് ബാങ്ക്. The Reserve Bank of India acts as the bankers' bank, meaning it provides banking services to other commercial banks in the country. എന്താ പറയുന്നത്? ബാങ്കേഴ്സ് ബാങ്കായിട്ട് അറിയപ്പെടുന്നതും RBI ആണ് അല്ലേ? അപ്പോൾ RBI എന്ത് ചെയ്യുന്നു? ബാങ്കിങ് സർവീസസ് മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, നമ്മുടെ രാജ്യത്തുള്ള മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് RBI ആണ്. RBI acts as a central point for managing the Indian banking system by holding bank cash reserve, lending them short-term funds when necessary, and regulating various aspects of bank transactions effectively, acting as the banker to bank within the country. This allows them to maintain financial stability and control the money supply. Okay, എന്തൊക്കെയാണ് പറയുന്നത്? സെൻട്രൽ പോയിൻ്റ് ആണല്ലേ, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ സെൻട്രൽ പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത് RBI ആണ്. അപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ക്യാഷ് റിസർവ് ഹോൾഡ് ചെയ്യുന്നു, ബാങ്കിൻ്റെ ക്യാഷ് റിസർവ് ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഫണ്ടൊക്കെ ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു കൊമേഴ്ഷ്യൽ ബാങ്കിനൊക്കെ. പിന്നെ റെഗുലേറ്റിംഗ് വേരിയസ് ആസ്പെക്റ്റ് ഓഫ് ബാങ്ക് ട്രാൻസാക്ഷൻസിൻ്റെ വേരിയസ് ആസ്പെക്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യുന്നല്ലേ. അതുകൊണ്ട് തന്നെ ബാങ്കർ ടു ബാങ്ക് ആയിട്ടും RBI ആക്ട് ചെയ്യുന്നു. ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെ എന്ന് ചോദിക്കാം, PYQ ഉണ്ടാവും. ഇപ്പോൾ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്, ബാങ്കുകളുടെ ബാങ്ക്. വിത്തിൻ ദ കൺട്രി ദിസ് അലൗ ദം ടു മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ ദ മണി സപ്ലൈ. മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ദിസ് റോൾ also include being a lender of last resort when bank face liquidity crisis. എന്തെങ്കിലും ബാങ്കുകൾക്ക് ലിക്വിഡിറ്റി ക്രൈസിസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ലാസ്റ്റത്തെ അത്താണി എന്ന് പറയുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടായിട്ട് അറിയപ്പെടുന്നത്. നമുക്ക് ഫങ്ഷൻസിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ബാങ്ക് ഓഫ് സെറ്റിൽമെൻറ്റ് ആൻഡ് ക്ലിയറൻസ്. റിസർവ് ബാങ്ക് ആക്ട് ആസ് എ സെൻട്രൽ ക്ലിയറിംഗ് ഹൗസ്. അപ്പം സെൻട്രൽ ക്ലിയറിംഗ് ഹൗസായിട്ട് ആക്ട് ചെയ്യുന്നത് RBI ആണ്. ഫെസിലിറ്റേറ്റിംഗ് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ് ബൈ ഡെബിറ്റിംഗ് ആൻഡ് ക്രെഡിറ്റിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടത്തുന്നതും ആരാണ്? RBI ആണ്. ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എലിമിനേറ്റിംഗ് ദ നീഡ്സ് ഫോർ ഫിസിക്കൽ ക്യാഷ് ട്രാൻസ്ഫേഴ്സ്. അപ്പം നമ്മൾ നേരിട്ട് ക്യാഷിൻ്റെ ട്രാൻസ്ഫർ നടത്തുന്നതൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ, ബാങ്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും RBI ആണ് കേട്ടോ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആസ് ക്ലിയറിംഗ് ഹൗസ് ഇൻ ഏരിയാസ് വെയർ ദ RBI ഡസൻറ്റ് ഹാവ് ബ്രാഞ്ചസ്. അപ്പം RBIക്ക് ബ്രാഞ്ച് ഇല്ലാത്തത് എവിടെയാണോ അവിടെയൊക്കെ ആരാണ് ക്ലിയറിംഗ് ഹൗസായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ SBI ആണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ക്ലിയറിംഗ് ഹൗസായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ ആൻഡ് റിസർച്ച് ഫങ്ഷൻസ്. RBI കളക്ട്സ് ആൻഡ് ഡിസമിനേറ്റ്സ് ഇൻഫർമേഷൻ, കണ്ടക്ട് റിസർച്ച് ആൻഡ് ഇഷ്യൂ പബ്ലിക്കേഷൻസ്. ഇൻഫർമേഷനും ഒക്കെ എന്ത് ചെയ്യുന്നു? റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ പബ്ലിക്കേഷൻസ് ഇഷ്യൂ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ദിസ് ഇൻഫർമേഷൻ help policy makers, financial institutions and the public understand economic trends, financial stability, monetary policy. ഓക്കെ, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ഡിസമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന RBIൻ്റെ കടമയാണ്. അതിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ അത് ആരെ ഹെൽപ്പ് ചെയ്യുന്നു? പോളിസി മേക്കേഴ്സിനെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ പബ്ലിക്കിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിലൂടെ ഉണ്ടാവുകയും പിന്നെ എക്കണോമിക് ട്രെൻഡ്സ് എങ്ങനെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുകയും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടിൽ എന്താന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്നും കൂടെ പറയാം. വെൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ അൺഎബിൾ ടു സെക്യൂർ ഫണ്ട്സ് ഫ്രം അതർ സോഴ്സസ് ഡ്യൂറിങ് എ ക്രൈസിസ്,
they can approach the RBI for loan to maintain financial stability and prevent bank failures within the system. Essentially, the RBI is the last option for banks to access liquidity when all other sources are depleted. എന്താ പറയുന്നത്? ഇപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യാണ്? നമുക്ക് ഫണ്ട് കിട്ടാനൊരു വഴിയില്ലാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അവസാനത്തെ അത്താണിയായിട്ട് ആരെ അപ്രോച്ച് ചെയ്യാം? RBIൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ RBI ലോണ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഫെയിലിയേഴ്സൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും RBI ഇങ്ങനെ ലോൺ കൊടുക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടായിട്ട് അറിയപ്പെടുന്നതും RBI ആണ്. അപ്പോൾ PYQ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കാം. RBI ആണ് കേട്ടോ. എസെൻഷ്യലി ഇത് RBI ഇസ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഫോർ ബാങ്ക്സ്. ബാങ്കിൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ആരെ കാണുന്നത്? RBIനെ കാണുന്നത്. ഇനി അടുത്ത ഫംഗ്ഷനാണ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. കൺട്രോളർ ഓഫ് ക്രെഡിറ്റിൽ 2 ടൈപ്പ് വരുന്നുണ്ട്, ക്വാളിറ്റേറ്റീവും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ നല്ലോണം കാണുക, പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.